ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് നിർമ്മൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ക്രിഞ്ചായിട്ടുള്ളതും അതുപോലെ കോൺട്രവേഴ്ഷ്യൽ ആകാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. എഡിറ്റ് വീഡിയോസ് ആൻഡ് ഹൗ ദേ ആർ അഫക്റ്റിംഗ് അവർ കറണ്ട് ജനറേഷൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എഡിറ്റ് വീഡിയോസിനെ പറ്റിയാണ്. എഡിറ്റ് വീഡിയോസ് ഇല്ല, മീൻസ് ടിക്ടോക്കിലും ഈ റീൽസിലൊക്കെ വരുന്ന എഡിറ്റ് വീഡിയോസ്, അതിനെ പറ്റിയാണ്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് മാറ്റി പോവാം. ഇത് ഫുള്ള് കണ്ടിട്ട് വെറുതെ നിങ്ങൾ പൊള്ളിയിട്ട് കാര്യമില്ല. സോ കാണാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബാക്ക് അടിച്ചിട്ട് പോവാം. അപ്പോൾ എന്താണ് എഡിറ്റ് വീഡിയോസ്? അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെഫിനേഷൻസ് യൂസ് ചെയ്യാം. പക്ഷേ ബേസിക് ആയിട്ട് കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ കാണുന്ന കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിനിമ, സീരീസ്, ഒരു ആനിമെ അല്ലെങ്കിൽ ആനിമേഷൻ, അങ്ങനെ എന്തെങ്കിലും, അതുപോലെ തന്നെ കാർസ്, ബൈക്സ്, എന്തൊരു ഒബ്ജക്റ്റ്, ഒരു പ്രൊഡക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് അതിൽ കുറച്ച് എഫക്ട്സ്, മീൻസ് ഒരുപാട് തരം എഫക്ട്സ് ഉണ്ട്. അതിൽ കുറച്ച് ആളുകൾ നല്ല സ്കില്ല് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ വളരെ ബേസിക് ആയിട്ടുള്ള, നമ്മൾ കണ്ടും അടുത്ത വളരെ 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 കോമൺ ആയിട്ടുള്ള കുറച്ച് സെയിം എഫക്ട്സ് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട്. സോ ഇതിന് മെയിൻ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് വലിയ ഗോളൊന്നുമില്ല, പക്ഷെ ഇതിനൊരു ഗോളുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞാൽ ക്രിഞ്ചാണ്. സോ അതിനൊരു ബേസിക് സ്റ്റോറി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അത് ഞാൻ പറയാം. സോ നമ്മൾ സിനിമകൾ കാണും, സീരീസ് കാണും, ആനിമെ കാണും. നമുക്ക് കാർ ഇഷ്ടമാണ്, ബൈക്ക് ഇഷ്ടമാണ്, ഓരോ കാർ ഇഷ്ടമാണ്, ഓരോ മോഡൽസ് ഇഷ്ടമാണ്. നമുക്കങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓർക്കാറുണ്ട്, എനിക്ക് ഇന്ന സിനിമ ഇഷ്ടമാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സീരീസ് ഇഷ്ടമാണെന്നുള്ള കാര്യം, ഇന്ന കാർ ഇഷ്ടമാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ, ഒരു പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്കവരോട് പറയാൻ മടിയാണ്. എനിക്കവരോട് പറയാൻ അതെങ്ങനെ ഞാൻ പറയും? കാരണം എൻ്റെ ഒരു 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് 10 പേരുടെ ഞാൻ എങ്ങനെ പറയും, ആളെ എനിക്ക് ഈ സിനിമ ഇഷ്ടമാണ്, എനിക്ക് ഇന്ന കാർ ഇഷ്ടമാണ്, നമ്മളിങ്ങനെ പോയി പറയുന്നത് എങ്ങനെ പോയി? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സാധനം കാണുന്ന ആളാണ്, ഞാൻ ഈ ഒരു ആനിമ കാണും, ഞാൻ ഈ ഒരു സീരീസ് കാണും, ഞാൻ ഈ ഒരു സിനിമ കാണും, അത് ആർക്കും അറിയത്തില്ല. പക്ഷെ എല്ലാവരും അറിയുമായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേന്ന് തോന്നലുള്ള ആളുകൾക്ക് ഒരു മൈൻഡിലുണ്ടായ ഒരു കൺസെപ്റ്റ് ആയിരിക്കാം ഈ പുതിയ മോഡേൺ എഡിറ്റ് വീഡിയോസ്. പഴയ കാലത്തെ കാര്യം ഞാൻ പറയാം അതിനു മുമ്പ്. അപ്പോൾ ഈ ഒരു ഫ്രസ്ട്രേഷൻ വന്ന് ഈ ഒരു മൈൻഡിൽ പോകുന്ന ആളുകൾ എന്ത് ചെയ്യും? ഈ ക്ലിപ്സ് വെച്ച് എഡിറ്റ്സ് വീഡിയോ ഉണ്ടാക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയത് യൂസ് ചെയ്യുന്നവരുണ്ട്. അവരതെടുത്ത് അവരുടെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലും അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കാണുന്ന അവരുടെ സുഹൃത്തുക്കൾ, ഓക്കെ, അപ്പോൾ അവനിത് കാണുന്ന ആളല്ലേ, അങ്ങനെ തോന്നും. അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഓക്കെ, സോ ഇവൻ ഈ സിനിമ കാണുന്നുണ്ട്, അതാണ് അവൻ അതിൻ്റെ വീഡിയോ ഇട്ടത്, അവൻ ആ സീരീസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ആ കോമിക്ക് വായിച്ചതാണ്, അല്ലെങ്കിൽ അവൻ ആ കാർ ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ അവൻ ആ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രിഞ്ചായിട്ടുള്ള ഒരു ചെറിയ വാലിഡേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടുള്ള എനിക്കിഷ്ടമുള്ള സാധനം മറ്റുള്ളവനും അത് അറിയണം എന്നുള്ള വളരെ ക്രിഞ്ചായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ പുറത്താണ് ഒട്ടുമിക്ക ആളുകളും ഈ പറഞ്ഞ എഡിറ്റ് വീഡിയോസിനെ ഇഷ്ടപ്പെടുന്നത്, അത് സ്റ്റാറ്റസ് സ്റ്റോറി ആക്കുന്നത് ഒട്ടുമിക്ക ആളുകളും. പിന്നെ ചില സന്ദർഭങ്ങളിൽ ശരിക്കും സ്കില്ല് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നവരുണ്ട്. അത് കണ്ടാൽ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എഡിറ്റ് വീഡിയോസിൻ്റെ ഫാനല്ല. ഞാൻ കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്കില്ല് കൊണ്ട് ക്ലിപ്സ് എഡിറ്റ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ഓരോ ക്ലിപ്പിൽ നിന്ന് മറ്റേ ക്ലിപ്പിലേക്ക് ട്രാൻസിഷൻ വരുന്നത് ചുമ്മാ ഒരു സാധാരണ ഒരു സിമ്പിൾ ട്രാൻസിഷനോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ പ്രീസെറ്റോ അല്ല. അവൻ്റെ കഴിവ് കൊണ്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള വളരെ പവർഫുൾ എഡിറ്റിംഗ് വീഡിയോസാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുള്ളത്. അതും ആ ഒരു ക്രിഞ്ച് മെൻറ്റാലിറ്റി വെച്ചല്ല, ആ വ്യക്തി എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ്റെ കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് എഡിറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന കരുതല്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഈ സിമ്പിൾ പ്രീസെറ്റ് വെച്ചിട്ട് ക്രിഞ്ച് സാധനം ഇറക്കുന്നത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പഴയ എഡിറ്റ് കാലത്തേക്ക് വരാം. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ യൂട്യൂബിൽ ബാസ്കറ്റ്ബോൾ ഗെയിംസ്, NBA ഗെയിംസിൻ്റെ ക്ലിപ്സ്, പിന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്ലിപ്പ്, അല്ലെങ്കിൽ ലാ ലീഗ, അങ്ങനെ പ്രീമിയർ ലീഗ് ക്ലിപ്പ് എടുത്ത് ഓരോരോ ഗോൾ സ്കോർ ചെയ്യുന്ന സീൻസും, ഗോൾസ്, ടാക്കിൾസ്, ഡിഫൻസ്, അങ്ങനെ ഓരോ ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ക്ലിപ്സ് എടുത്ത് മെർജാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിലൊരു സിമ്പിൾ മ്യൂസിക് കയറ്റും, ഏതെങ്കിലും സിമ്പിൾ മ്യൂസിക്, എന്നിട്ട് അത് പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ആ മ്യൂസിക്കിനൊപ്പം തന്നെ ഒഴുകി നമ്മൾ ആ വീഡിയോ ഫുള്ള് കാണാം. അങ്ങനെ പണ്ടത്തെ എഡിറ്റിംഗ് രീതിയിലൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം പറയുന്നത്. ഇന്ന് എഡിറ്റിംഗ് എന്നും പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ അടിച്ചു വിടുന്നുണ്ട്. ചിലപ്പോൾ കാറ്, ചിലപ്പോൾ ബൈക്ക്, ചിലപ്പോൾ ഒരു സിനിമയിലെ ക്ലിപ്പ്,
ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത 3-4 ക്ലിപ്പ്, ചിലപ്പോൾ ഒരു വ്യക്തി, ചിലപ്പോൾ ഒരു ആപ്പിൾ, ഒരു കല്ല്, ഒരു ബൈക്കിൻ്റെ ടയറ്, ചിലപ്പോൾ മനുഷ്യന്മാരെ തന്നെ എഡിറ്റ് ചെയ്ത് കയറ്റുന്ന പരിപാടിയുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയാണ് കഥ മെയിൻ പറയാൻ പോണത്. സോ ഇതിലൊരു സൈക്കോളജിക്കൽ ഒരു ഫാക്ടറും കൂടിയുണ്ട്. അതായത് കറൻ്റ്ലി ഒരുപാട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ എഡിറ്റ് വീഡിയോസ്. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ആ ഒരു ഇഷ്ടം മറ്റുള്ളവരെ അറിയിക്കാനുള്ള ക്രിഞ്ച്, അല്ലെങ്കിൽ വളരെ ലോക്കൽ തറ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ആഗ്രഹം, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കൊച്ചു കുട്ടികൾ, മുതിർന്നവരൊക്കെ ഈ റീൽസിലും ഷോർട്സിലും കാണുന്ന 5-6 സെക്കൻഡിൻ്റെ ഒരു എഡിറ്റ് വീഡിയോ, അല്ലെങ്കിൽ 10-20 സെക്കൻഡിൻ്റെ എഡിറ്റ് വീഡിയോസിൻ്റെ പശ്ചാത്തലത്തിൽ ഓടുന്ന മ്യൂസിക്കുകളുടെ ബലത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടുന്നുണ്ട്. മ്യൂസിക് ക്യാൻ ഡു വണ്ടേഴ്സ്, നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം മ്യൂസിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ മിസ്റ്റിക്കലായിട്ടുള്ളൊരു എന്താണ് ഒരു മീഡിയം ഓഫ് ആർട്ട്, അല്ലെങ്കിൽ ഒരു മീഡിയമാണ്. സോ അത് ഇറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഒരു റീൽസിൽ അല്ലെങ്കിൽ ഷോർട്സിൽ, ടിക്ടോക്കിൽ വരുന്ന ഒരു എഡിറ്റ് വീഡിയോയുടെ, അല്ലെങ്കിൽ എന്ത് എഡിറ്റും ആയിക്കോട്ടെ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഓടുന്ന മ്യൂസിക്കിൻ്റെ ബലത്തിൽ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, കറൻ്റ് ഉണ്ട്, പിള്ളേരുൾപ്പെടെ. അത് കേൾക്കുമ്പോൾ അവർക്ക് തോന്നുന്നൊരു ഹൈ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അത് സൈക്കോളജിക്കലും ബയോളജിക്കലും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലേക്ക് അടുത്ത് ഇറങ്ങാൻ അത്ര പ്രൊഫഷണലൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു 5 സെക്കൻഡ് വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഓടുന്ന മ്യൂസിക്കിൻ്റെ ബലത്തിൽ ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാരും അതുകൊണ്ട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്, കൊച്ചുകുട്ടികളുൾപ്പെടെ. അവർക്ക് ലോകം എന്താണെന്ന് അറിയത്തില്ല. അവരൊരു എഡിറ്റ് വീഡിയോ കാണുമ്പോഴത്തേക്കും അതിൽ കാണുന്ന ക്ലിപ്പിനേക്കാളും കൂടുതൽ അവർ ആ മ്യൂസിക്കിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു ഹൈ, ആ ഒരു ഉള്ളിലുണ്ടാകുന്ന ഹൈയുടെ പുറത്ത് അവർ ഡിസിഷൻസ് എടുക്കുവാണ്, അല്ലെങ്കിൽ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുവാണ്. ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഫോർ എനി വൺ. I mean guys, just open your eyes and open your ears and just focus on the things right now. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു 5 സെക്കൻഡ് വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഓടുന്ന മ്യൂസിക് കൊണ്ട് നമ്മുടെ ലൈഫ് മാറുമെന്ന്? നോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഓൺ ദ അതർ സൈഡ്, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോണറയായിരുന്നു മെംഫിസ് റാപ്പിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ക്ലാസിക് ഫോങ്ക് എന്ന് പറയുന്നത്. അതിനെ പിന്നെ കൊലവിളിച്ച് ഇപ്പം എന്തൊക്കെയോ ആക്കി ബ്രസീലിയൻ ഫോങ്ക് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആക്കി മാറ്റി. മെംഫിസ് റാപ്പ് എന്താണെന്നോ, മെംഫിസ് റാപ്പിൻ്റെ കൾച്ചറിനെ പറ്റിയോ, ആക്ച്വൽ ഫോങ്ക്, കൗബെൽ ഒക്കെ ഉള്ള പണ്ടത്തെ ഫോങ്ക്, അതിനെപ്പറ്റി ഒന്നും ആർക്കും ഒരു പിടുത്തവും ഇല്ല. അത് ചത്തു. ഞാനതിനെ ഉപേക്ഷിക്കുവാണ്. കാരണം ഇമോഷണലാവും. കാരണം ഞാൻ ഒരു മ്യൂസിക് ലവറാണ്. എൻ്റെ ചാനലിൻ്റെ പണ്ടത്തെ പേര് നിർമ്മൽ ടോക്സ് മ്യൂസിക് എന്നായിരുന്നു. ഞാൻ പണ്ട് മ്യൂസിക് ഇൻഡസ്ട്രി ബേസ്ഡ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു റാപ്പറും കൂടിയാണ്. സോ എനിക്കത് പറഞ്ഞ് ഇമോഷനാണ്, ഞാനത് പറയുന്നില്ല. സോ ഈ പറയുന്ന പോലെ എഡിറ്റ് വീഡിയോകളുടെ ബലത്തിൽ ജീവിതം തകർന്ന ആൾക്കാരുണ്ട് സമൂഹത്തിൽ. റിയലി ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുക. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഇങ്ങനെ ലൈഫും അവരുടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഇപ്പം സൈക്കോളജിക്കലിയും ബയോളജിക്കലിയൊക്കെ നമ്മുടെ ഹോർമോൺ റിലീസിനെ ബന്ധപ്പെട്ട കുറച്ച് കാര്യമൊക്കെ ഇതിലുണ്ട്. ഫോർ എക്സാമ്പിൾ അഡ്രിനാലിന്, ഡോപ്പമിൻ, അങ്ങനെ കുറേ കാര്യം ഉള്ളതുണ്ട്. സോ അതിലേക്ക് ഞാൻ എക്സ്പേർട്ട് അല്ല, അപ്പോൾ അറിയാത്ത കാര്യം പറയില്ലല്ലോ, അത് പറയാൻ പാടില്ല, അറിയാത്ത കാര്യം പറയരുത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതിൻ്റെ എക്സ്പ്ലെയിൻ എനിക്ക് പറയാൻ അറിയത്തില്ല. സോ ഈ ഹോർമോണൽ ചേഞ്ച്, അങ്ങനെ കുറേ കാര്യത്തിനകത്തുണ്ട്. ഹോർമോൺ റിലീസ്, ഹാപ്പി ഹോർമോൺസ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. പക്ഷേ സൈക്കോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ഞാൻ ഇവിടെ വായിച്ച് മനസ്സിലാക്കിയ കാര്യം ഇതാണ്: ഈ എഡിറ്റ് വീഡിയോസിൻ്റെ പശ്ചാത്തലത്തിൽ ഓടുന്ന മ്യൂസിക്കിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ ആ കാണുന്നതിൻ്റെ ബലത്തിലൊക്കെ ജീവിതം തന്നെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരും വലിയ സ്വപ്നങ്ങളാണ് കണ്ടുകൂട്ടുന്നത്. 5 സെക്കൻഡ് മ്യൂസിക്കിൻ്റെ ബലത്തിൽ ഓരോരുത്തന്മാർ കണ്ടുകൂട്ടുന്ന. പക്ഷെ എന്നിട്ട് പോട്ടെ, സ്വപ്നങ്ങൾ കാണണം, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ കാണുന്ന സ്വപ്നങ്ങൾ ആരിലും ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ? ഐ മീൻ, ഞാൻ കുട്ടികളൊക്കെ ചോദിച്ചു, എല്ലാവരും പറഞ്ഞ അളിയാ, ഞാനിങ്ങനെ കാണുമ്പോഴത്തേക്ക് തോന്നാറുണ്ടോ, ഞാനിങ്ങനെ എഡിറ്റ്സ് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും ഞാൻ നാളെ അങ്ങനെയാകും ഇങ്ങനെയാകും. പക്ഷെ ആർക്കും പറ്റുന്നില്ലടോ, ഒരാൾക്കും പറ്റുന്നില്ല. എവ്രിബഡി സ്ട്രഗിളിങ് ബ്രദർ. നമ്മൾ ഓർക്കുന്ന പോലെ എല്ലാം സിമ്പിളല്ല. നമ്മളങ്ങനെ ആക്കി പഠിപ്പിച്ചേക്കുവാണ് ഈ സോഷ്യൽ മീഡിയ നമ്മളെ മുന്നിൽ കൊണ്ടുവന്നിട്ട്. നത്തിങ് ഈസ് ഈസി മൈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്. ലിസൺ, ഒന്നും ഈസി അല്ല. ഈ എഡിറ്റ് വീഡിയോസും ഈ PR വർക്കിൻ്റെ ബലത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന എല്ലാം ഈസിയാണ്, എല്ലാം സിമ്പിളാണ്. ഒരിക്കലുമല്ല മാൻ. നോബഡി ക്യാൻ മേക്ക് എ ഡിഫറൻസ് ജസ്റ്റ് ബൈ സിറ്റിംഗ് ഇൻ ദർ ഹോംസ്. ഗോ വർക്ക് യുവർ ആസ് ഓഫ് ഔട്ട് ദർ. എങ്കിലും മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 5 സെക്കൻഡ് വീഡിയോയുടെ ബലത്തിലോ അല്ലെങ്കിൽ കുറേ നോയ്സ് വെച്ചുണ്ടാക്കിയ ഈ പറഞ്ഞ സോ കോൾഡ് ന്യൂ ബ്രസീലിയൻ ഫോങ്കിൻ്റെ ബലത്തിലോ
ആക്ച്വൽ ഫോങ് എന്താണെന്നും ആക്ച്വൽ ഫങ്ക് എന്താണെന്നും അറിയാവുന്ന നിലയിൽ ഞാൻ പറയാം, ഈ സോ കോൾഡ് ബ്രസീലിയൻ ഫോങ്ങിൻ്റെ ബലത്തിലൊക്കെ ഉണ്ടാക്കുന്ന ജീവിതമല്ല. അങ്ങനെ ജീവിതം ഉണ്ടാക്കാൻ പറ്റത്തില്ല മാൻ. യു ഗൈസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ടിക്ടോക്കിലും ഷോർട്സിലും വരുന്ന ഒന്നുമല്ല ലൈഫ് മച്ചാ. ഓക്കെ സുഹൃത്തുക്കളെ, അതല്ല ലൈഫ്. ലൈഫ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദാറ്റ്. ലൈഫ് ഈസ് റിയലി കോംപ്ലിക്കേറ്റഡ്. ഒരു ഫോങ് സോങ്ങിൻ്റെ ബലത്തിൽ, എഡിറ്റിൻ്റെ ബലത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന നല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ റോ ആണ്, പച്ചയായ സത്യമാണ് ജീവിതം, പച്ചയാണ് ജീവിതം. അത് ജീവിച്ച് തന്നെ തീർക്കണം. അത് നമ്മൾ ഡിസിഷൻസ് എടുക്കണം. സ്വബോധത്തോടെ എടുക്കുന്ന ഡിസിഷൻസിനാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലാതെ നീ പോയിരുന്ന 5 സെക്കൻഡ് വീഡിയോ കണ്ടുണ്ടാക്കുന്ന ഡിസിഷനല്ല ജീവിതം മാറ്റാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പ്രൊഫഷണലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കുറേ കാര്യം പറഞ്ഞില്ലായിപ്പോയി. ബട്ട് ഞാൻ പറയേണ്ട കാര്യം കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ഓക്കെ, മനസ്സിലാക്കുക, തിങ്സ് നീഡ് ടു ചേഞ്ച്. ഓക്കെ, ഇറ്റ്സ് യുവർ ലാസ്റ്റ് കോൾ. ഐ മീൻ നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് എ ലാസ്റ്റ് കോൾ. ചേഞ്ച് സ്റ്റഫ്. എഡിറ്റ്സ് കാണാം, അത് കാണരുതെന്ന് ഞാൻ പറഞ്ഞത് ഉണ്ടാക്കാം. കാരണം നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് പിന്നെ വേറെ പണിയില്ലാതല്ലാതെ ചെയ്യുക. പക്ഷേ അതാണ് ജീവിതം. അതിൽ കാണുന്ന മ്യൂസിക്കിൻ്റെ പശ്ചാത്തലത്തിൽ വേണം എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ. 10 സോങ് കേട്ടെങ്കിൽ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കരുത് സുഹൃത്തുക്കളെ. അതൊക്കെ ഓരോരുത്തർക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ടായിരിക്കാം. അതുണ്ടാക്കുന്നവനും എഡിറ്റ് ചെയ്യുന്നവനും എഡിറ്റേഴ്സിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് 16-17 വയസ്സുള്ള പിള്ളേർ ക്രാക്കഡ് എഫ് സ്റ്റുഡിയോയിൽ കെട്ടിപ്പോക്കുന്ന ഫങ്ക് സോക്കോൾഡ് ബ്രസീലിയൻ സോങ്ങുകൾ ഉണ്ടാക്കുന്നവന്മാർക്കും ഗുണമുണ്ടായിരിക്കാം. അത് റീപോസ്റ്റ് ചെയ്യുന്നവർക്ക് ഗുണമുണ്ടായിരിക്കാം. അത് കണ്ട് അതിൽ 5 സെക്കൻഡ് മ്യൂസിക്കിൻ്റെ പശ്ചാത്തല മ്യൂസിക്കിൻ്റെ ബലത്തിൽ എൻ്റെ ജീവിതം വലിയ എന്ന് പറഞ്ഞ് ലിറ്റിൽ ജിമ്മി പിള്ളേർക്ക് ഒരു ഗുണമില്ല. ഓൾ യു ഗോൺ ഡു ഈസ് ജസ്റ്റ് റൂയിൻ യുവർ ലൈഫ്. യു ക്യാൻ കോൾ മീ. ഒക്കെ നിങ്ങൾക്ക് തെറി വിളിക്കാം. ഐ മീൻ എൻഡ് ഓഫ് ദ ഡേ ഗൈസ്, നിങ്ങളാണ് എൻഡ് ഓഫ് ദ ഡേ ലൈഫ് തൊലഞ്ഞ് എന്താ പറയുക, ഈ അറ്റൻഷൻ സ്പാനെല്ലാം കുറേ നശിക്കാൻ പോകുന്നത്. ഐ ഗോണ ബി ഫൈൻ. സോ കൂടുതൽ ആരെയും രക്ഷപ്പെടുത്തുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല. ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. live a peaceful life. So God bless you. Have a nice day. Have a nice night. Okay, bye bye.